വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി വെരി സ്പെഷ്യലാണ്. ചെമ്മീൻ കൊണ്ടിട്ട് ഒരു അടിപൊളി ഒരു ഫ്രൈ ആണ്. വ്യത്യസ്തമായ രീതിയിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ എടുത്ത് വയ്ക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ഐസ് വെള്ളം എടുത്തൊഴിക്കുകയാണ് കേട്ടോ. ഐസ് പീസുകളും ഉണ്ട് അതിനകത്ത്. ഇനി ഇതിനകത്തേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതുകൂടാതെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ കോൺ സ്റ്റാർച്ചാണ്, കോൺഫ്ലോർ എന്ന് പറയില്ലേ, അതാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ തന്നെ 1/4 കപ്പ് അളവിൽ മൈദമാവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ സ്പൈസി അല്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് വളരെ സിമ്പിളായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ബാറ്റർ ഒന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ നല്ലൊരു ലിക്വിഡായിട്ടുള്ളൊരു ബാറ്ററാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അധികം കട്ടി ഉണ്ടാവരുത്. ആ രീതിയിൽ ഈ അളവിലെടുത്തു കഴിഞ്ഞാൽ ഇതേ കറക്റ്റിൽ കിട്ടും കേട്ടോ. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചെമ്മീൻ എടുക്കേണ്ടതുണ്ട്. നല്ല പൂവാലൻ ചെമ്മീനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ഈ വാലിന് വളരെ പ്രത്യേകതയുണ്ട്. ഈ വാല് വെച്ചിട്ട് തന്നെ ഇത് ക്ലീൻ ചെയ്തെടുക്കണം. ഈ വാലൊട്ടും തന്നെ കളഞ്ഞരുത്, കട്ട് ചെയ്തൊന്നും കളയരുത്. ഇതുപോലെ വേണം ക്ലീൻ ചെയ്തെടുക്കാൻ ഈ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. അപ്പോൾ പൂവാലൻ ചെമ്മീൻ തന്നെ ആയിരിക്കും നല്ലത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് രണ്ട് സൈഡും അതിൻ്റെ ഇന്നറും ഔട്ടറും ഇത് കണ്ടോ, ഇതിൻ്റെ മുതുകുവശവും അകവശം എന്നൊക്കെ പറയാം, അങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വിടിക്കാതെ കട്ട് ചെയ്തെടുക്കുക. എന്തിനാന്ന് പറഞ്ഞാൽ ഈ ചെമ്മീൻ ഇങ്ങനെ വളഞ്ഞല്ലേ ഇരിക്കുക സാധാരണ. അപ്പോൾ ഇതിനെ ഒന്ന് നിവർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടില്ലേ പ്ലേറ്റിലിരിക്കുന്നത്. അപ്പോൾ എന്നിട്ടൊരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി അങ്ങ് പ്രസ് ചെയ്തിട്ടൊന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടും. ഇപ്പോൾ കണ്ടോ, ചെമ്മീൻ നല്ല നമ്മൾ ഇറുക്കിലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സ്ട്രെയിറ്റ് ചെയ്തൊക്കെ എടുക്കാറ് സാധാരണ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ വളഞ്ഞൊന്നും പോവില്ല. ഇനി എത്ര കുക്ക് ചെയ്താലും എന്ത് ചെയ്താലും വളഞ്ഞു പോവില്ല. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. ക്ലീൻ ചെയ്ത ചെമ്മീനാണ്, വാല് മാത്രം വെച്ചിട്ടുള്ളൂ, പൂവാലാണ്. അപ്പോൾ അതിന് നല്ലൊരു കളർ ഉണ്ടാവും. ഈ ഒരു ചെമ്മീനിന് അങ്ങനത്തെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഈ പ്രിപ്പറേഷന് നല്ല റെഡിഷ് ആയിട്ട് ഈ വാലിങ്ങനെ കാണുന്നത് ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ പൂവാലൻ ചെമ്മീനാണെങ്കിൽ നല്ലൊരു റെഡിഷ് വാല് തന്നെയാണ് അതിന് ഓൾറെഡി ഉള്ളത്. അപ്പം അത് നല്ലത് തന്നെയാണ് അതിന്. അപ്പോൾ ഞാനിതെല്ലാം ഇതേപോലെ ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാത്തിനെയും നല്ല സ്ട്രെയിറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതിങ്ങനെ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി ഇതിലേക്ക് ഒരല്പം കോൺഫ്ലവർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, വിതറി കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ പിന്നെ നമ്മുടെ കുരുമുളക് പൊടി ഉണ്ടല്ലോ, അതുകൂടി ഒരല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം ഉപ്പും കൂടി വിതറിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ആ പൗഡറെല്ലാം ഇട്ടതൊക്കെ ഒന്ന് രണ്ട് വശം ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിനി ഇത് മാറ്റി വെച്ചിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യേണ്ട ഓയിൽ എന്താണോ അതൊഴിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കണം എന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ഓയിൽ ഒഴിച്ച് കൊടുത്ത് അത് ചൂടാവുമ്പോഴേക്കും നമുക്ക് ഈ ചെമ്മീൻ ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുള്ള ബാറ്റർ എടുത്ത് വയ്ക്കണം, ചെമ്മീൻ എടുത്ത് വയ്ക്കണം. അതുപോലെ തന്നെ കുറച്ചൊരു ഡസ്റ്റ്, അതായത് കോൺഫ്ലവർ, വെറുതെ ഒരു കോൺഫ്ലവർ പൊടിയുള്ളത് ഒരു പാത്രത്തിൽ എടുത്ത് വയ്ക്കാം ഇതേപോലെ. എന്നിട്ട് ഈ ചെമ്മീൻ ഓരോന്നായിട്ട് എടുത്തിട്ട് ഈ കോൺഫ്ലവറിലൊന്ന് രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് മറിച്ചും തിരിച്ചും ഒന്ന് എല്ലായിടത്തും ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഇതിൻ്റെ വാലിലൊന്നും ഒരു പൗഡറും കോട്ടിങ്ങൊന്നും ആവാതെ വേണം ചെയ്യാൻ. അപ്പോൾ നമുക്കിതിങ്ങനെ പിടിക്കാനും ഇതിൻ്റെ വാലിൽ പിടിക്കാൻ പറ്റും. ഞാനിപ്പോൾ മുക്കിയപ്പോൾ ഒരല്പം മുങ്ങിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഒട്ടും തന്നെ ആവാതിരിക്കുകയാണെങ്കിൽ അതായിരിക്കും കാണാൻ ഭംഗി കേട്ടോ. എന്നിട്ട് ആ ബാറ്ററിൽ മുക്കിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. ചെമ്മീനാണല്ലോ, ഒട്ടും തന്നെ കുക്കിംഗ് ടൈമില്ല. നമ്മൾ പഴംപൊരിയൊക്കെ വറുത്ത് പോരുന്ന പോലെ തന്നെ സെയിം ആ ഒരു ടൈം പോലും വേണ്ടി വരില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ എടുക്കാം. 3-4 എണ്ണമൊക്കെ ഒരുമിച്ച് വേണമെങ്കിൽ ഇടാം കേട്ടോ. പിന്നെന്ന് വെച്ചാൽ വളഞ്ഞങ്ങാനൊക്കെ ഇരുന്ന് മൊരിഞ്ഞു പോയാൽ അത് അങ്ങനെ തന്നെ ഇരിക്കും, സ്ട്രെയിറ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് ഇട്ടിട്ട് വറുത്ത് ഇതേപോലെ കോരിയെടുക്കാം. ഇത് നമ്മൾ കാണുമ്പം കാണുന്ന പോലെ അല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു വിഭവം തന്നെയാണ് കേട്ടോ. ഇത് ഒരു സ്റ്റാർട്ടറായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതിൻ്റെ ഈ വാലൊക്കെ ഇങ്ങനെ മൊരിഞ്ഞ് വന്നിട്ട് നല്ല റെഡിഷായിട്ട് വന്നിരിക്കണം, അതാണ് ഭംഗി. ഞാനൊരു കുറച്ച് പാഴ്സൽ ലീവ്സ് കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും വേണ്ട, സ്ട്രെയിറ്റ് എടുത്ത് കഴിക്കാം. പിന്നെ ഒരു സോസും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാണ്. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. സ്റ്റാർട്ടേഴ്സായിട്ട് ഏറ്റവും പറ്റിയ, സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും പറ്റിയൊരു റെസിപ്പിയാണിത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും പുതിയതായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.